ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് കാസിയോൻ്റെ ഒരു വാച്ച്. ഇത് ഞാൻ മേടിച്ചല്ല, നമ്മുടെ ഒരു സുഹൃത്ത് മേടിച്ചാണ്. അപ്പോൾ കാസിയോൻ്റെ കളക്ഷൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് നമ്മൾ കളക്ഷനിൽ ആഡ് ചെയ്യുന്നില്ല. പക്ഷേ ആഡ് ചെയ്യാൻ പറ്റിയ വാച്ചാണ്. പക്ഷേ ഞാനിപ്പോൾ അത് ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ റിസ്റ്റിന് സപ്പോർട്ടല്ല ആ വാച്ച് വരിക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ എടുക്കാൻ. പക്ഷേ ഇത് മസ്റ്റ് ട്രൈ, അല്ലെങ്കിൽ ഒരു മസ്റ്റ് വാങ്ങേണ്ട ഒരു കാസിയോൻ്റെ വാച്ചാണ്. നല്ലൊരു മോഡലാണ്. ഒന്ന് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്, നോക്കാം ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും. അപ്പോൾ ഇതൊരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ്. അതേപോലെ തന്നെ ചെറുതായിട്ട് നമുക്കറിയാവുന്ന കുറച്ച് വിവരങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുക. ഈ വാച്ചിൻ്റെ പ്രത്യേകത എന്താണ്, എത്ര പ്രൈസ് വരുന്നുണ്ട്, ഇതിൽ ഏതൊക്കെ കളർ വരുന്നുണ്ട്, പിന്നെ ഇതിൽ എന്തൊക്കെ ഡയലുകൾ, എത്ര ഡയൽ, എത്ര കളർ, എങ്ങനെ എന്നൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഫേസ് ടു ഫേസ് ആയിട്ട് തന്നെ അൺബോക്സ് ചെയ്ത് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച്. ഇത് നമുക്ക് കൂട്ടിന് കൊടുത്തിട്ടില്ല, കണ്ടോ? ഇതാണ് അപ്പോൾ നമ്മുടെ വാച്ച്. ഇത് നമ്മുടെ അടുത്തുള്ളത് ഗ്രേ കളറാണ്. ഇതിൽ 3 ഓപ്ഷനാണ് കളർ വരുന്നത്. ഒന്ന് ഈ ഗ്രേയും, പിന്നെ അതേപോലെ തന്നെ ബ്ലാക്ക്, അതേപോലെ കാക്കി ബ്രൗൺ, നമ്മുടെ ഒരു കാക്കി കളർ, അങ്ങനത്തെ ഒരു കളറും. അങ്ങനെ 3 വാച്ചാണ്. ആ കളറുകളുടെ ഫോട്ടോ ഞാൻ നമ്മുടെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടി വ്യക്തമായി മനസ്സിലാവും ഏതൊക്കെ കളർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വാച്ച്. ഈ മോഡലിൻ്റെ പേരാണ് കാസിയോ WS1700H എന്നുള്ള മോഡൽ. അതായത് നമ്മുടെ കാസിയോൻ്റെ തന്നെ വേറൊരു മോഡലുണ്ട്, ഇതിൻ്റെ പഴയ മോഡൽ. അതായത് WS1500 എന്നുള്ള ഒരു മോഡലും കൂടി ഉണ്ട്. ആ മോഡലിൻ്റെ പുതിയ വേർഷനാണ്. അതായത് ഇതിപ്പോൾ ഏകദേശം എനിക്കൊന്ന് 2023 ഇറങ്ങിയൊരു വാച്ചാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഗ്രേ കളർ വാച്ചാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ കേസ് വരുന്നത് റെസിൻ പ്ലാസ്റ്റിക് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന, ഈ കേസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ സ്ട്രാപ്പ് പറയുന്നത് റെസിനാണ്. നമ്മുടെ ഈ വാച്ച് മൊത്തം വരുന്നത് റെസിൻ സ്ട്രാപ്പും അതേപോലെ റെസിൻ്റെ കേസും അങ്ങനെയാണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ 2 സ്വിച്ച്, അതേപോലെ ഇവിടെയും 2 സ്വിച്ച്, അങ്ങനെ മൊത്തത്തിൽ 4 സ്വിച്ചും. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് പ്രധാനമായി എടുത്തു പറയേണ്ടത്. ഇതിൻ്റെ ഡിസ്പ്ലേ ഉണ്ടോ, അതായത് 5 വിൻഡോസുള്ള ഡിസ്പ്ലേ ആണ്. അതായത് ഒന്നിൽ നമുക്ക് ടൈഡ് ഗ്രാഫ് എന്ന് കാണാം, പിന്നെ അതിൻ്റെ നേരെ താഴെയായിട്ട് ഒരു മൂൺ ഫേസ് എന്നുള്ള ഒരു കോളം കാണാം. അതിലൊരു 3 എഴുതിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടാവും. അതേപോലെ തന്നെ ഇതൊരു ആനലോഗ് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ആനലോഗിൽ നമുക്ക് ടൈം കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയും കാണാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ G-Shockൻ്റെ ഒരു സ്ക്വയർ ലുക്കാണ് ഈ വാച്ചിന് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് G-Shock പിടിക്കുന്ന ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഒരുപാട് ലെറ്ററിങ് എഴുതിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഇവിടെ ഒരു ബട്ടൺ കാണിക്കുന്നത് ലൈറ്റിൻ്റെ, ഇവിടെ ഈ ബട്ടൺ കാണിക്കുന്നത് സെർച്ച്, അതേപോലെ ഇത് മോഡ്, അഡ്ജസ്റ്റ്, അങ്ങനെ 4 ഓപ്ഷനാണ്. ഇതിൽ ഇത് തോന്നിയത്, ഇത് കറക്റ്റ് ലെറ്ററിങ് അല്ല, ഇവിടെ അല്ല, സ്വിച്ച് അടുത്തടുത്തായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്ട്രാപ്പിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ, നല്ല ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ G-Shockൻ്റെ തന്നെ GBD 200 എന്നുള്ളൊരു മോഡലിൻ്റെ ഒരു ലുക്കൊക്കെ തോന്നും. പക്ഷേ അതിൽ നെഗറ്റീവ് ഡിസ്പ്ലേ ആണ്. ഇതേപോലെ 5 വിൻഡോസ് ഒന്നുമില്ല, സിംഗിൾ വിൻഡോ ആണ്. പക്ഷേ ഇതിൽ ഈ ഒരു ലുക്ക് കൊടുത്തിരിക്കുന്നത് എന്തായാലും രസമായിട്ടുണ്ട്. അതേപോലെ തന്നെ അതുണ്ട്, ഇത് ബാക്കിലാണ് ഇതിൻ്റെ ഈ ഗ്രേൻ്റെ ഒപ്പം തന്നെ ഒരു ബ്ലാക്ക് ടച്ചായിട്ട് ബ്ലാക്ക് കളറും കൊടുത്തിട്ടുണ്ട് ഇതിലും. അതേപോലെ നമ്മുടെ ക്ലിപ്പുകളിൽ, അതായത് നമ്മുടെ വാച്ചിൻ്റെ ക്ലിപ്പുകളിൽ അതേപോലെ തന്നെ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. അത് ഈ വാച്ചിനെ വൃത്തിയാക്കുന്നുണ്ട് കാണാൻ. പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് കാസിയോ വാട്ടർ റെസിസ്റ്റൻസ്. അതായത് ഇതിൻ്റെ വാട്ടർ റെസിസ്റ്റൻസ് പറയുന്നത് നമുക്ക് 100 മീറ്ററോളം വാട്ടർ റെസിസ്റ്റൻസ് ഉള്ളൊരു വാച്ചാണ്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് വാച്ചിൻ്റെ മോഡൽ നമ്പർ എഴുതിയിട്ടുണ്ട്, WS1700H എന്നുള്ളത്. പിന്നെ ഈ ഒരു ഭാഗം വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ വാട്ടർ റെസിസ്റ്റൻസ് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിലുണ്ടോ, പ്ലാസ്റ്റിക് ടൈപ്പിൽ നമുക്ക് റിവറ്റ് സ്ക്രൂകളുടെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഊരാനോ തുറക്കാനോ ഒന്നും പറ്റില്ല, ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടിയിട്ട് കണ്ടോ ഈ ഒരു 6 ബോൾട്ട് പോലെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ജസ്റ്റ് ഒരു ഡിസൈനാണ്, അത് വർക്കിംഗ് കണ്ടീഷനൊന്നുമല്ല. പിന്നെ അതേപോലെ തന്നെ ഈ വാച്ചിൻ്റെ ഒരു സൈസ് പറയുകയാണെങ്കിൽ 48 mm കേസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 52 mm, അതായത് ലെഗ് ടു ലെഗ് പറയും. അതായത് ഈ ഇവിടുന്നുണ്ടോ, ഈ നമ്മുടെ ഈ പോയിൻ്റ് തൊട്ട് ഈ പോയിൻ്റ് വരെ ലെഗ് എന്ന് പറയുന്നത്, അങ്ങനെയാണ് അതിന് പറയുക, ലെഗ് ടു ലെഗ്. അപ്പോൾ 52 mm ലെഗ് ടു ലെഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 15 mm തിക്നെസ്സാണ് ഈ വാച്ചിൽ നിന്ന് വരുന്നത്. അതേപോലെ ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുകയാണെങ്കിൽ 48 ഗ്രാമോളം ഇതിന് വെയിറ്റ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് പിടിച്ചാൽ ആ ഫീൽ ചെയ്യില്ല.
പിന്നെ അതേപോലെ തന്നെ മൂൺ ഫേസ് ഉണ്ട്. ഇതിൽ മൂൺ ഫേസ് പറയുമ്പോൾ മാസത്തിൽ നമ്മുടെ വിവിധ സമയങ്ങളിൽ കാണുന്ന ചന്ദ്രൻ്റെ രൂപം ഉണ്ടല്ലോ, അതാണ്. അതായത് ഈ കാണുന്ന ഈ 3 എഴുതിയവിടെ നമുക്കത് കാണാൻ സാധിക്കും. അതായത് ഈ മാസം തോറും വിവിധ രൂപത്തിലാണ് വിവിധ സമയങ്ങളിൽ ചന്ദ്രൻ്റെ രൂപം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് ഇങ്ങനെ മെൻഷൻ ചെയ്യും, ഇങ്ങനെ ഓരോ അത് നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഫോട്ടോയിൽ ആഡ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതേപോലെ തന്നെ ടൈഡ് ഗ്രാഫ് പറയും. ടൈഡ് ഗ്രാഫ് പറയുമ്പോൾ നമ്മുടെ തിരമാലകളുടെ വേലിയേറ്റം ഉണ്ടല്ലോ, അത് കൂടും കുറയും ചെയ്യുന്നത് കാണിക്കുന്നതാണ് ഇതിൽ പറയുന്നത്. അതാണ് ഈ ഹൈയും ലോയും ഇവിടെ കാണിക്കുന്നത്. അത് കാണിക്കുന്നൊരു ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ മൂൺ ഗ്രാഫും ടൈഡ് ഗ്രാഫും മൂൺ ഫേസും എന്ന് പറയുന്ന സംഭവം. അത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് എനിക്ക് പറയാനറിയില്ല, നമുക്കെന്തായാലും നോക്കാം. പിന്നെ അതേപോലെ തന്നെ അത് നമ്മുടെ റണ്ണിങ് ടൈമാണ്. പിന്നെ നമുക്കുള്ളൊരു ഓപ്ഷൻ പറയുന്നത് സ്റ്റോപ്പ് വാച്ച് ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ടൈമറാണിത്. പിന്നെ അതേപോലെ തന്നെ അലാം ഉണ്ട്. അലാം നമുക്കിവിടെ 1 കണ്ടാടാ, നമുക്ക് ഏകദേശം 5ഓളം അലാം സെറ്റ് ചെയ്യാം. പിന്നെയുള്ളത് ഡുവൽ ടൈമാണ്. ഈ അടിയിൽ കാണുന്നത് റണ്ണിങ് ടൈമും നമുക്ക് മുകളിൽ വേണമെങ്കിൽ ടൈം ചേഞ്ച് ചെയ്യാം. നമുക്ക് അതായത് 2 കണ്ടിട്ട് ടൈം നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അതേപോലെ ഇത് നോർമൽ ടൈം കാണിക്കുന്ന ഒരു സെക്ഷനാണിത്. അങ്ങനെ ഒരു കുഴപ്പമില്ലാത്തൊരു വാച്ചാണ് എല്ലാം കൊണ്ടും. നമുക്ക് ക്യാഷ് കൊണ്ടും ഒക്കെ കൊണ്ടും നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും ഇത് അടിപൊളി വാച്ചാന്നുള്ളത്. അതേപോലെ ഇത് എൻ്റെ കയ്യിൽ കെട്ടിയപ്പോൾ കണ്ടോ കുറച്ചൊരു ബൾക്കിനെസ് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഈ സാധനം എൻ്റെ കളക്ഷനിൽ ചെയ്യാണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊന്ന് കുഴപ്പമില്ല തോന്നുന്നു, അത്ര വലിയ സൈസായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കൈ കുറച്ചും കൂടി തടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി ഉഷാറായി എന്നെ കാണാൻ. എന്തായാലും നമുക്ക് നോക്കാം, സമയമുണ്ടല്ലോ. ഇതെന്തായാലും ഒരു സംഭവം മസ്റ്റ് ബൈ വാച്ചാണ് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാസിയോൻ്റെ WS-1700 H എന്നുള്ള സീരീസ് വാച്ചിൻ്റെ വിശേഷങ്ങൾ. ഇത് ഏകദേശം നാട്ടിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം 2900, അതായത് ഏകദേശം 3000 റുപ്യ വരുന്നുണ്ട്. ഞാനിവിടെ 150 റിയാലിനാണ് മേടിച്ചത്. ഏകദേശം നാട്ടിൽ 3450 റുപ്യയായി. പക്ഷേ ആമസോണിലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഏകദേശം 3000 റുപ്യേൻ്റെ ഉള്ളിൽ കിട്ടാണ്ട്. ഇവിടെ 450 എക്സ്പെൻസീവ് ആണ്, കുറച്ച് എക്സ്പെൻസീവായി തോന്നി. പക്ഷേ എന്നാലും മസ്റ്റ് ട്രൈ വാച്ചാണ്, നമുക്ക് ഒരിക്കലും അത് നഷ്ടമായി തോന്നില്ല. കാരണം 10 ഇയർ ബാറ്ററി വാറൻറ്റി കിടക്കുന്നുണ്ട്. അത് ഞാൻ ഇതിൽ വീഡിയോയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. 10 വർഷത്തോളം നമുക്ക് അതിൻ്റെ ബാറ്ററി വാറൻറ്റി കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു ബാറ്ററിയാണ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് CR2025 എന്നുള്ളൊരു ബാറ്ററിയാണ് അതിൽ ആഡ് ചെയ്തതുകൊണ്ട് 10 വർഷത്തോളം നമുക്കതിൽ ബാറ്ററി ലൈഫ് വാറൻറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വാച്ചിൻ്റെ വിശേഷം. മറ്റൊരു വാച്ചുമായി ഞാൻ വീണ്ടും വരും. ഞാനൊരു വാച്ചും കൂടി മേടിച്ചിട്ടുണ്ട്, അപ്പോൾ അതും കൂടി റിവ്യൂ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് കിടക്കാൻ. അത് നല്ലൊരു വാച്ചാണ്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാവരും കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത വാച്ചിൻ്റെ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. നമ്മുടെ ചാനലൊന്നും ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം. ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. അതുവരെ സ്റ്റേ ട്യൂൺ ആൻഡ് ഗുഡ് ബൈ.